തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രസ്താവനയിലെ ബി.ജെ.പി. സീൽ വിവരം ട്വീറ്റ് ചെയ്ത മാധ്യമപ്രവർത്തകന് പോലീസ് നോട്ടീസ് അയച്ചിരിക്കുന്നു. കേരള പോലീസാണ് നോട്ടീസ് അയച്ചത്. ഉത്തർപ്രദേശിലെ മാധ്യമപ്രവർത്തകനായ പീയൂഷ് റായ്ക്കാണ് ഈ നോട്ടീസ് ലഭിച്ചിട്ടുള്ളത്. ആ ട്വീറ്റ് കമ്മീഷനെ അപകീർത്തിപ്പെടുത്തുന്നതാണ് എന്നും ഉടനടി അത് നീക്കിയില്ലെങ്കിൽ നിയമ നടപടി ഉണ്ടാകുമെന്നാണ് നോട്ടീസിൽ പറയുന്നത്. പക്ഷേ ഇതുവരെ പോസ്റ്റ് പീയൂഷ് നീക്കം ചെയ്തിട്ടുമില്ല. രാഷ്ട്രീയ പാർട്ടികൾക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അയച്ച ഔദ്യോഗിക ഇമെയിൽ സന്ദേശത്തോടൊപ്പമുള്ള കത്തിലായിരുന്നു ബി.ജെ.പി. കേരള ഘടകത്തിന്റെ സീല് പതിഞ്ഞത്, വിവാദമാവുകയും ചെയ്തത്. എന്തായാലും അതൊരു പിഴവാണ് എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്. കമ്മീഷനെതിരായ വാർത്തകൾ മുക്കാൻ പോലീസിന് ആവേശം കൂടുതലാണോ എന്നതാണ് ചോദ്യം. അജിംസ്, എന്താണ് ഈ ചോദ്യത്തിനുള്ള ഒരു മറുപടി നൽകാനുള്ളത്? അല്ലെ, ഈ ചോദ്യത്തിൽ ഈ പീയൂഷ് റായ് ആരാണെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. പീയൂഷ് റായ് ഒരു ഫ്രീലാൻസറാണ്. പക്ഷേ കഴിഞ്ഞൊരു 10 വർഷമായിട്ട് യു.പിയിൽ നിന്ന് കൺസിസ്റ്റൻ്റ് ആയിട്ട് വാർത്തകൾ പുറത്തെത്തിക്കുന്ന ഒരു ആളാണ് പീയൂഷ് റായ്. കൺസിസ്റ്റൻ്റ് ആയെന്ന് പറഞ്ഞാൽ കാരണം മുഖ്യധാരാ മാധ്യമങ്ങൾ മുഴുവൻ ഭയന്ന് നിൽക്കുന്ന, പ്രത്യേകിച്ചും യോഗി ആദിത്യനാഥിൻ്റെ ഭരണത്തിന് കീഴിൽ ഭയന്ന് നിൽക്കുന്ന സമയത്ത് അവിടെ നടക്കുന്ന മുഴുവൻ മനുഷ്യാവകാശ ലംഘനങ്ങൾ, ഭരണകൂടത്തിൻ്റെ ജനവിരുദ്ധ നയങ്ങൾ, ഇതെല്ലാം തുറന്നു കാട്ടുന്ന ദൃശ്യങ്ങളും വാർത്തകളും പുറത്തുകൊണ്ടിരുന്നു. അദ്ദേഹത്തിന് ട്വിറ്റർ ഹാൻഡിലിന് വലിയ ഫോളോവേഴ്സ് ഉണ്ട്. അത് ഫോളോ ചെയ്യുന്ന നിരവധി ജേർണലിസ്റ്റുകളുണ്ട്. കാരണം വേറെ ആർക്കും പോയി കവർ ചെയ്യാൻ പറ്റാത്ത സ്ഥലങ്ങളിൽ പോയിട്ടാണ് അദ്ദേഹം ഇത്തരം വിവരങ്ങൾ പുറത്തെടുക്കുക. അപ്പോൾ അതിൻ്റെ പേരിൽ ഒരുപാട് എതിർപ്പുകൾ നേരിടുന്ന ഒരു മനുഷ്യനാണ് പീയൂഷ് റായ്. അപ്പോൾ അദ്ദേഹം ഇത് ട്വീറ്റ് ചെയ്തത് എന്താണ്? ഇത് കേരളത്തിൽ നടന്നൊരു സംഭവമാണ്. ഇതിന് ഉത്തരേന്ത്യയിൽ റെലവൻസ് ഉണ്ട്. കാരണം ഉത്തരേന്ത്യയിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ നിഷ്പക്ഷത ഏറ്റവും കൂടുതൽ ചോദ്യം ചെയ്യപ്പെടുന്ന തെരഞ്ഞെടുപ്പുകൾ നടക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹം ട്വീറ്റ് ചെയ്തതാണ്. അത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അപമാനിക്കുന്നതാവനെങ്ങനെയാണ്? അത് അപമാനിക്കുന്നതാവുന്ന എപ്പോഴാണ്? അതായത് എങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഒരു കമ്മ്യൂണിക്കയിൽ ബി.ജെ.പിയുടെ സീൽ വരുന്നത് എന്ന് ഇനിയും ഈ നിമിഷം വരെയും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിശദീകരിച്ചിട്ടില്ല. അത് വിശദീകരിച്ചില്ല. ഇത് എങ്ങനെയാണ് വന്നതെന്ന് അറിയണമല്ലോ. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിശദീകരിക്കുന്നത് എങ്ങനെയാണ്? ബി.ജെ.പിക്ക് അയച്ച നോട്ടീസിൽ അവർ സീൽ വെച്ചത്. അവരെന്തിനാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ സർക്കുലർ സീൽ വയ്ക്കുന്നത്? അപ്പോൾ ഇത് ലോജിക്കലായിട്ട് വിശദീകരിക്കപ്പെട്ടിട്ടില്ല. ഇത് വിശദീകരിക്കപ്പെടാത്തത് എപ്പോഴാണ്? തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ബയാസ്ഡ് ആണ് എന്ന ആക്ഷേപം പ്രതിപക്ഷം കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കൃത്യമായി വിശദീകരിക്കപ്പെടുന്നില്ല. ആ സമയത്താണ് ഇത് അദ്ദേഹം ട്വീറ്റ് ചെയ്യുന്നത്. ഇതെങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അപമാനിക്കുന്നതെന്ന്? തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അപമാനിച്ചത് ഇത് തെറ്റായി മെയിൽ ചെയ്ത ഉദ്യോഗസ്ഥനും, അതുപോലെ ഇതെങ്ങനെയാണെന്ന് വിശദീകരിക്കാൻ കഴിയാത്ത തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെയാണ് സ്വയം അപമാനിക്കുന്നത്. അല്ലാതെ ഇത് കേരള പോലീസ് കേസെടുത്തുകൊണ്ട് ഈ അപമാനം മാറാൻ പോകുന്നില്ല. പീയൂഷ് റായ് ഒട്ടും തലകുനിക്കാൻ പോകുന്നില്ല കാര്യത്തിൽ. കാരണം ഇതിലും വലിയ വെള്ളിയാഴ്ച വന്നിട്ട് പീയൂഷ് റായ് പള്ളിയിൽ പോയിട്ടില്ല. ശരി, നിഷാദ്, എങ്ങനെയാണ് ഈ ഒരു കേസെടുക്കലിനെ നോട്ടീസ് അയച്ചതിനെ കാണുന്നത്? ഒന്നാമത് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, കേന്ദ്ര സർക്കാർ അതിൻ്റെയൊക്കെ താല്പര്യങ്ങളുടെ സംരക്ഷകരായിട്ട് കേരളത്തിലെ പോലീസ് ഇങ്ങനെ ഒരു അത്യാവസ്ഥയോടെ മാറുന്നതിനെന്ന ക്വസ്റ്റ്യൻ എനിക്കുണ്ട്. അപ്പോൾ പീയൂഷ് റായിയോട് ഇത് പിൻവലിച്ചിട്ടില്ല, ഇത് തെരഞ്ഞെടുപ്പ് കമ്മീഷനും തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിനും അപമാനം ഉണ്ടാക്കുന്നതാണ്, ഇല്ലെങ്കിൽ നടപടിയെടുക്കുമെന്നൊക്കെ പറയുന്ന പോലീസ് ആദ്യം ചെയ്യേണ്ടത്, എം സ്വരാജ് എന്ന് പറയുന്ന CPIM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമുണ്ട്. ഇന്നലത്തെ ഈ വിവരം പുറത്തുവന്നപ്പോൾ അദ്ദേഹത്തിന് ട്വീറ്റ്, ഈ സ്വതന്ത്രവും നീതിയുക്തവുമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് ഇനി നടക്കാൻ സാധ്യതയില്ല എന്നതിൻ്റെ വ്യക്തമായ സൂചനയാണിത്. ജനം തെരുവിലിറങ്ങേണ്ട സമയമായിരിക്കുന്നു എന്നാണ് അദ്ദേഹം എഴുതിയത്. എന്ന് വെച്ചാൽ ജനങ്ങളോട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ സുതാര്യത നഷ്ടമായിരിക്കുന്നു, സ്വതന്ത്ര സ്വഭാവം നഷ്ടമായിരിക്കുന്നു. നാം ഇതാ ഒരു ജനകീയ വിപ്ലവത്തിന്, വിപ്ലവം നിൽക്കുമ്പോൾ ആംഗത്തെ കാണുള്ളൂ, ജനകീയ പ്രതിഷേധത്തിന് സമയമായിരിക്കുന്നു എന്ന് പ്രയോഗിച്ച വാക്കുകളുമായിട്ടൊരു കുറിപ്പ് ഇന്നലെ എം സ്വരാജ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. എം സ്വരാജിനെ പിടിച്ച് ജയിലിലിട്ടെ ആദ്യം. MV നികേഷ് കുമാർ എന്ന് പറയുന്ന CPIM-ന്റെ അവരുടെ പ്രചാരണ സാമഗ്രികളുടെ മൊത്തം തലപ്പത്തിരിക്കുന്ന ആളാണ് ഈ വിഷയം പുറത്തു കൊണ്ടുവന്ന്. അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കട്ടെ. അതൊന്നും ചെയ്യാതെ പീയൂഷ് റായ്ക്കെതിരെ നടപടിയെടുക്കുക എന്നുള്ള ഭീഷണിപ്പെടുത്തൽ വഴി എന്താണ് കേരളത്തിലെ പോലീസ് ഉദ്ദേശിക്കുന്നത്? എന്താണ്? അപ്പോൾ കേരളത്തിലെ പോലീസ് എന്ന് പറഞ്ഞാൽ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട് എന്താണ് ഇന്ത്യയിലുള്ള അലിഗേഷൻ നമുക്കറിയാം, അവർ നേരിടുന്ന ആക്ഷേപങ്ങൾ എന്താണെന്ന് നമുക്കറിയാം, അവർ നേരിടുന്ന വിശ്വാസ്യതാ പ്രശ്നം എന്താണെന്ന് അറിയാം. അപ്പോൾ അതിൻ്റെ എല്ലാം പരിഹാര നിർവാഹകരായിട്ട് കേരളത്തിലെ പോലീസ് ഇറങ്ങിത്തിരിക്കുന്നു. ഒരു വശത്ത് എം സ്വരാജ് ഇങ്ങനെ പോസ്റ്റ് ഇടുന്നു, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിശ്വാസ്യതയില്ലാത്ത സംവിധാനമായി മാറുന്നു. അപ്പുറത്ത് അതേ എം സ്വരാജിൻ്റെ പാർട്ടി ഭരിക്കുന്ന കേരളത്തിൽ പോലീസ് ഇരുന്നുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ അകത്ത് നിന്ന് വന്നിട്ടുള്ള ഗുരുതരമായ സംഗതികളെല്ലാം കവർ ചെയ്യാനുള്ള ശ്രമം നടത്തുന്നുവെന്ന വൈരുദ്ധ്യത്തിനകത്തുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ശരി, ജിമ്മി, എങ്ങനെയാണ്? എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. കേരള പോലീസ് ഇങ്ങനെ ചെയ്യുമെന്നുള്ളത്, അരിയാഹാരം കഴിക്കുന്നത്, ഞാൻ വിചാരിക്കുന്നത് പീയൂഷ് റായ് ആരിലും പറ്റിച്ചായിരിക്കും. ഇങ്ങനൊരു സാധനം കിട്ടിയിട്ടുണ്ടാവുമോ? അൺബിലീവബിൾ ആണ്. 2-3 കാരണങ്ങളാൽ പിണറായി വിജയനോട് ഈ സർക്കാരിനോട് എന്തെങ്കിലും സ്നേഹം ഉണ്ടെങ്കിൽ ഒരു പോലീസുകാരൻ ഇങ്ങനെ ഒരു കത്തയക്കുമോ? ഇത് നാണക്കേടാവുമല്ലോ, 1. 2, അങ്ങനെ നോട്ടീസ് അയക്കാനാണെങ്കിൽ നേരത്തെ നമ്മൾ ഇവിടെ പറഞ്ഞതുപോലെ അങ്ങനെ ആർക്കൊക്കെ നോട്ടീസ് അയക്കണം. ഇത് യാതൊരു തരത്തിൽ നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ലാത്ത ഇങ്ങനെ ഒരു നമുക്ക് ഒരു ട്വീറ്റിൻ്റെ പേരിൽ കേരള പോലീസ് ഇതിനു മുമ്പ് ഇങ്ങനെ ചെയ്തതായി കേട്ടിട്ടുണ്ട്. ഇത് പിണറായി സ്നേഹമില്ലാത്ത ഏക ഏരിയ ഇതാണ്. ഒറ്റ കാര്യമുള്ളൂ. ഞാൻ ചോദിക്കുന്നത് ഒരു കേന്ദ്ര സംവിധാനത്തിനെതിരെ, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പോലെയുള്ള കേന്ദ്ര സംവിധാനങ്ങൾക്ക് അതുകൊണ്ടായിരിക്കും പിന്നെ കൊടുത്താണ്. അങ്ങനെയാണെങ്കിൽ ഈ ബാക്കിയുള്ളവർക്ക് എല്ലാം എതിരെ പോകണ്ടേ?
വേറെ ആരെയും തൊടാതെ ഈ അവിടെ ഇരിക്കുന്ന ഒരാളുടെ ട്വീറ്റിന് എൻ്റെ ഇമ്പാക്റ്റ് എന്താ? എനിക്ക് തോന്നുന്നത് ഇത് ശരിയാവാൻ വഴിയില്ല. ശരിയാണെങ്കിലോ LDF-നെതിരെ മുഖ്യമന്ത്രിക്കെതിരെ വച്ച് ഉന്നയിച്ച ആരോപണങ്ങൾ മുഴുവൻ ശരിയാകുന്ന മുഖ്യമന്ത്രിയുടെ പോലീസ് എന്തൊക്കെ പറഞ്ഞാലും ഇങ്ങനൊരു നടപടിയിലേക്ക് പോകും. അത് ഭയങ്കര തെരഞ്ഞെടുപ്പ് സമയത്തെ പോലീസിന് മുഖ്യമന്ത്രിയുടെ പോലീസ് പറയുന്നതിൽ ഔചിത്യക്കുറവുണ്ട്. അതിന്റെ കാരണം തെരഞ്ഞെടുപ്പ് സമയത്തെ പോലീസ് ഒന്നുകിൽ പ്രതിപക്ഷത്തിന്റെ പോലീസാണ്, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. അല്ല, ഞാൻ പറഞ്ഞ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പോലീസ് എന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് ചില കാര്യങ്ങൾ ചെയ്യാന്നുള്ളൂ. ദൈനംദിന കാര്യങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അങ്ങനെ ചെയ്യാറില്ല. ഒരു കാര്യമുണ്ട്, MP നികേഷ് കുമാറൊക്കെ പോസ്റ്റ് ഡിലീറ്റ് ചെയ്തെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പൊ ഇല്ല, ഡിലീറ്റ് ചെയ്തോ? പോസ്റ്റിൽ ഇപ്പൊ ഇല്ല. അല്ല, അതായിക്കോട്ടെ. പക്ഷെ ഞാൻ പറഞ്ഞ ഇതിന്റെ പ്രശ്നം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പോലീസ് പറഞ്ഞാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അങ്ങനെ ഒരു ഉത്തരവാദിത്വം ഇല്ലെന്നേ. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചില കാലം ട്രാൻസ്ഫറിങ് പാടില്ല, ഞങ്ങൾ വിട്ടാൽ ഇത്ര ആളെ വിട്ടു തരണം, ഇതൊക്കെയാണ് അതിന്റെ ഒരു പ്രായോഗികത. പക്ഷെ കേസെടുക്കാതിരിക്കുക മുതലായ കാര്യങ്ങളിൽ ഒരു കാര്യവും വരാൻ സാധ്യതയില്ല. എന്തായാലും സർക്കാർ സംസാരിക്കട്ടെ ഇതിനകത്ത്. അതുവരെ എനിക്കിത് അവിശ്വസനീയമാണ്. കേരളത്തിന്റെ ഒരു കാര്യമുണ്ട്, തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം തെരഞ്ഞെടുപ്പ് കാലത്ത് നിയന്ത്രണത്തിലുള്ള പോലീസ് ചെയ്യുന്ന പണി വേണമെങ്കിൽ നമുക്ക് നിഷ്കളങ്കമായി വിശ്വസിക്കാമായിരുന്നു. പക്ഷേ ഈ കഴിഞ്ഞ 5 വർഷവും നമ്മൾ ഈ കേരളത്തിൽ ജീവിക്കുകയും ഈ പോലീസ് എടുക്കുന്ന പണി കണ്ടുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഇത് മാത്രമായിട്ട് അങ്ങോട്ട് വിശ്വസിക്കാൻ സൗകര്യപ്പെടുന്നില്ല. വരട്ടെ, സർക്കാർ സംസാരിക്കട്ടെ. അതെ, അതാണ്. എന്തായാലും ഒരു ട്വീറ്റിന്റെ പേരിൽ മാധ്യമപ്രവർത്തകൻ പീയൂഷിനെതിരെ കേസെടുത്തതിൽ ദുരൂഹതയുണ്ട്. അതിൽ സർക്കാർ ഉത്തരം പറയട്ടെ.